നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന നാടക അവാർഡ് ജേതാവും നാടകരചയിതാവുമായ കട്ടപ്പന കൂമ്പുക്കൽ KC ജോർജ് അന്തരിച്ചു. മരണം മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കാലിക പ്രസക്തവും നന്മ നിറഞ്ഞതുമായ എഴുത്തുകളിലൂടെ നാടക ഭൂപടത്തിൽ ഇടുക്കിയുടെ പേര് എഴുതി ചേർത്ത അതുല്യ കലാകാരനായിരുന്നു KC ജോർജ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR വിഷയത്തിൽ നെടുങ്കണ്ടത്ത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തു. CHR മേഖലയിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് സത്യവാങ്മൂലം നൽകുമെന്ന് മന്ത്രി. സദസ്സ് വിളിച്ചു ചേർത്തത് സർക്കാരിനെതിരെ വൻ വിമർശനമുയർന്ന സാഹചര്യത്തിൽ. മൂന്നാർ ചക്രമുടിയിലെ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥതല ഒത്താശ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഉദ്യോഗസ്ഥ ഇടപെടൽ സംബന്ധിച്ച് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ. കയ്യേറ്റ ഭൂമിയിൽ വനം, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി. BMBC നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തതിന് പിന്നാലെ മലയോര ഹൈവേയിൽ വിള്ളൽ. കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങിന് തൊട്ടുപിന്നാലെ പാതയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടത്. കാഞ്ചാർ ലബക്കടയിൽ നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകൾ. സംസ്ഥാന നാടക അവാർഡ് ജേതാവും നാടകരചയിതാവുമായ കട്ടപ്പന കൂമ്പുക്കൽ KC ജോർജ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് KC ജോർജ് മരിച്ചത്. വൈകിട്ട് 4 മണിയോടെ KC ജോർജിന്റെ മൃതദേഹം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, ശ്രീനഗരി രാജൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, VR സജി, മാത്യു ജോർജ്, VR ശശി, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വള്ളക്കടവിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി KC ജോർജിന് അന്തിമോപചാരം അർപ്പിച്ചു. നാടകരംഗത്തെയും സീരിയൽ രംഗത്തെയും നിരവധി സഹപ്രവർത്തകരടക്കം KCയെ അവസാനമായി ഒരു നോക്കു കാണുവാൻ വസതിയിൽ എത്തിയിരുന്നു. ബീനയാണ് ഭാര്യ. ജെറോം, ജെറിറ്റ് എന്നിവരാണ് മക്കൾ. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. കാലിക പ്രസക്തവും നന്മ നിറഞ്ഞതുമായ എഴുത്തുകളിലൂടെ നാടക ഭൂപടത്തിൽ ഇടുക്കിയുടെ പേര് എഴുതി ചേർത്ത അതുല്യ കലാകാരനായിരുന്നു KC ജോർജ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 2 തവണ സംസ്ഥാന അവാർഡ് ഇടുക്കിയിലേക്ക് എത്തിച്ച അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് കലാകേരളത്തിന് തീരാ നഷ്ടമാണ്. KC ജോർജിന്റെ അപ്രതീക്ഷിത വേർപാട് നികത്താനാവാത്തതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കാലിക പ്രസക്തമായ വിഷയങ്ങൾ, നന്മ നിറഞ്ഞ എഴുത്തുകളിലൂടെ നാടക രചന രംഗത്ത് ഇടുക്കിയുടെ ഭൂപടം എഴുതി ചേർക്കാൻ സാധ്യമാക്കിയ അതുല്യനായ ഒരു കലാകാരനായിരുന്നു KC ജോർജ്. ഈ ചെറിയ പ്രായപരിധിക്കുള്ളിൽ തന്നെ 2 സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കാം. നാടകരചനയിലുള്ള വൈവിധ്യവും കാലിക പ്രസക്തമായ വിഷയങ്ങളുള്ള സമീപനവും ഈ മലയോര മേഖലയിലേക്ക്, ഇടുക്കിയിലേക്ക് വലിയ അഭിമാനത്തിന്റെ തേര് തെളിച്ച ഒരു കലാകാരനായിരുന്ന KC നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. ആകസ്മികമായ നിര്യാണം നമ്മളെ സമൂഹത്തെ വളരെയേറെ വിഷമിപ്പിക്കുന്നുണ്ട്. വളർന്നു വരുന്ന കലാകാരന്മാർക്കും എഴുത്തിനോട് ആഭിമുഖ്യമുള്ളവർക്കുമെല്ലാം നോക്കിക്കാണുവാനും കണ്ടുപിടിക്കുവാനും ഒക്കെ സാധിക്കുന്ന ലളിതമായ ജീവിത രീതിയുടെ ഉടമയായിരുന്നു KC. മാത്രമല്ല
ലക്ഷ്യ സബലീകരണത്തിന് വേണ്ടി ചെറുപ്പം മുതൽ നടത്തിയിട്ടുള്ള അശ്രാന്തമായ പരിശ്രമം കെ സി ജോർജിനെ വിഭിന്നനാക്കുന്നു. തീർച്ചയായിട്ടും വലിയ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന സുഹൃത്തുക്കളെയാണ് ഇന്നിവിടെ വന്ന് അന്തിമ വിചാരം അർപ്പിക്കാനായി വന്നപ്പോൾ കാണാൻ സാധിച്ചത്. വലിയൊരു സൗഹൃദം, കൂട്ടായ്മ, കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷതയാർന്ന ബന്ധങ്ങൾ ഈ നാടിനെയും ഹൈറേഞ്ചിനെയും നമ്മുടെ ജില്ലയെയും മാത്രമല്ല സംസ്ഥാനതല അവാർഡ് ജേതാവെന്ന രീതിയിൽ നാടകരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആസ്വാദകർക്കും വലിയ ദുഃഖവും വേദനയും ഉളവാക്കിയിട്ടുണ്ട്. മൗലികവും കാലികവുമായ രചനാ വൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവായിരുന്നു എല്ലാവരും കെ സി എന്ന് സ്നേഹം കൊണ്ട് വിളിച്ചിരുന്ന കെ സി ജോർജ്. 2 തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കെ സി ജോർജിനെ തേടിയെത്തി. കാലം മായ്ക്കാത്ത ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയാണ് കെ സി ജോർജ് വിടവാങ്ങിയത്. സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരങ്ങൾ ഇടുക്കിയിലെത്തിച്ച അപൂർവ പ്രതിഭ കൂടിയായിരുന്നു കട്ടപ്പന കുമ്പുക്കൽ കെ സി ജോർജ് എന്ന കെ സി. 2 തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കെ സി ജോർജിനെ തേടിയെത്തി. 2010 കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിനായിരുന്നു ആദ്യ പുരസ്കാരം. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ കിണർ നിർമ്മാണ തൊഴിലാളി ദമ്പതികളുടെ കഥ പറഞ്ഞ ചന്ദ്രികാ വസന്തം എന്ന നാടകത്തിലൂടെ 2024 പുരസ്കാരം തേടിയെത്തി. അന്തരിച്ച നാടക നടൻ MC കട്ടപ്പനയാണ് നാടകത്തിന്റെ ബാലപാഠങ്ങൾ കെ സിക്ക് പകർന്നു നൽകിയത്. സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്ത് സജീവമായിരുന്ന കെ സി ജോർജ് പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ഹൈസ എന്ന അമച്വർ നാടക സമിതി രൂപീകരിച്ചു. ഹൈസയ്ക്ക് ശേഷം നിസ്തുല, കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ്, സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്ക് നാടകമെഴുതി. 2005 ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയത്. കട്ടപ്പന HUCN വാർത്തകളുടെ ആദ്യകാല ശില്പികളിൽ ഒരാൾ കൂടിയായിരുന്നു അന്തരിച്ച കെ സി ജോർജ്. നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ സമരസമിതി ചപ്പാത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല ഉപവാസ സമരം 32 ദിവസം പിന്നിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഗമൺ സംരക്ഷിത വനമേഖലാ പ്രഖ്യാപനത്തെ തുടർന്ന് ആരംഭിച്ച നടപടികൾക്കെതിരെ കയ്യേറ്റ ലോബി രംഗത്തെത്തിയതായി സൂചനകൾ. ഇതിന്റെ ഭാഗമായി വനമേഖലയിൽ വനവകുപ്പ് നടത്തിയിരുന്ന ജണ്ടയിടൽ നിർത്തിവെച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാർത്തകൾ കഴിഞ്ഞു. ഇനി HUCN പത്രവിശേഷം. നമസ്കാരം. കൂടാതെ നിരവധി സ്വകാര്യ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത നിരവധി സീരിയലുകളുടെയും രചയിതാവാണ്. മൗലികവും കാലികവുമായ രചനാവൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവായിരുന്നു എല്ലാവരും കെ സി എന്ന് സ്നേഹം കൊണ്ട് വിളിച്ചിരുന്ന കെ സി ജോർജ്. കാലം മായ്ക്കാത്ത ഒരുപാട് ഓർമ്മകൾ ബാക്കിയാണ് കെ സി ജോർജ് വിടവാങ്ങിയത്. കെ സി ജോർജിന് ഹൈറേഞ്ച് വാർത്തകളുടെ ആദരാഞ്ജലികൾ. CHR മേഖലയിലെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് സത്യവാങ്മൂലം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR വിഷയത്തിൽ നെടുങ്കണ്ടത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തു. സർക്കാരിനെതിരെ വൻ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സദസ്സ് വിളിച്ചു ചേർത്തത്.
CHR മേഖലയിലെ കർഷകരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചും ആശങ്കകൾ പരിഹരിച്ചും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച അനാവശ്യമായ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. CHR വിഷയത്തിൽ ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് നെടുങ്കണ്ടത്ത് ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തത്. CHR ഭൂമി വനമല്ല, റവന്യൂ ഭൂമിയാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. സുപ്രീം കോടതിയിൽ മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 കേസ് വീണ്ടും സജീവമായ ഘട്ടത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജഗദീപ് ഗുപ്തയെ നിയോഗിക്കുകയാണ് സർക്കാർ ചെയ്തത്. CHR വനമല്ല, റവന്യൂ ഭൂമി തന്നെയെന്ന നിലപാടാണ് കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റ് ഒന്ന് കൊടുത്തു, റവന്യൂ ഒന്ന് കൊടുത്തു. ആര് കൊടുക്കുന്നുള്ളതല്ലോ, ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു, ഇതാണ് ചിന്തിക്കേണ്ടത്. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനോടാണ്, മറുപടി പറയുന്നത് ഗവൺമെൻറ്റാണ്. അത്തരം വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെൻറ് ഉചിതമായ രീതിയിൽ കർഷകർക്ക് അനുകൂലമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഒരാശയക്കുഴപ്പം ആശങ്ക അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടില്ല. CHR മേഖല പൂർണ്ണമായും മുൻപ് ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരമോ ഹൈറേഞ്ച് കോളനൈസേഷൻ പദ്ധതി പ്രകാരമോ കുടിയിരുത്തിയിട്ടുള്ളതാണ്. ഏലപ്പട്ടയമോ ഏലം കുത്തകപ്പാട്ടമോ 1964 റൂൾ പട്ടയമോ 1993 പ്രത്യേക റൂൾ പട്ടയമോ പ്രകാരം സർക്കാർ നിയമാനുസൃതം പതിച്ചു നൽകിയിട്ടുള്ള ഭൂമിയാണ്. ഈ പട്ടയ നടപടികൾ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ 2023 വന നിയമ ഭേദഗതിയുടെ പരിരക്ഷയും CHR മേഖലയ്ക്ക് ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, വിവിധ കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച ഫാദർ ആൽവിൻ പുൽത്തകടിയേൽ, സ്റ്റെനി പോത്തൻ, അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, മാത്യു വർഗീസ്, PM ബേബി, സാജൻ കുന്നേൽ തുടങ്ങിയവരും ജനകീയ സദസ്സിൽ പങ്കെടുത്തു. മൂന്നാർ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥതല ഒത്താശ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഉദ്യോഗസ്ഥ ഇടപെടൽ സംബന്ധിച്ച് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി. കയ്യേറ്റ ഭൂമിയിൽ വനം, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധനയും നടത്തി. അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടിയിലെ കയ്യേറ്റവും നിർമ്മാണവും വിവാദമായതിനു ശേഷം ഏറെ വൈകിയാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മേഖലയിൽ സംയുക്ത പരിശോധന നടത്തിയത്. ചൊക്രമുടിയിലെ നിയമലംഘനങ്ങൾ ഒരാഴ്ചയ്ക്കകം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നേരത്തെ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിശദമായ പരിശോധന വേണമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇത് പ്രകാരമാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ചൊക്രമുടിയിലെത്തിയത്. മരമുറി, റോഡ് നിർമ്മാണം, കുറിഞ്ഞിച്ചെടികൾ നശിപ്പിക്കപ്പെട്ട സംഭവം തുടങ്ങിയവയിൽ ആദ്യഘട്ട തെളിവ് ശേഖരണം നടത്തിയതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഒരു ജോയിന്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇതിന് തൊട്ട് ശേഷം തന്നെ നമ്മൾ ഓഫീസിൽ ഇതിന്റെ ഒരു അവലോകന യോഗം ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ എടുക്കുക എന്ന് തീരുമാനിക്കുക. എല്ലാം സമഗ്രമായിട്ടുള്ള പരിശോധനയാണ്. ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ടായിട്ടാണ് ഇതിന് ശേഷം നമ്മൾ തരാം. കാരണം ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ സൈറ്റ് ഇൻസ്പെക്ഷൻ നടന്നേ ഉള്ളൂ. പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത്. എൻവയറമെന്റൽ ആസ്പെക്ട് ഉണ്ട്, അല്ല റവന്യൂന്റെ ഇതും വരുന്നുണ്ട്, അപ്പൊ കൺസ്ട്രക്ഷന്റെയും വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ PWD ബിൽഡിംഗ്സ് വന്നിട്ടുണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് നടപടികൾ എടുക്കാൻ പറ്റുന്ന ജോയിന്റ് ആയിട്ടുള്ള മീറ്റിംഗിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. അടുത്ത ഘട്ടത്തിൽ ചൊക്രമുടി, ബൈസൺ വാലി മേഖലയിലെ മുഴുവൻ പട്ടയരേഖകളുടെയും ആധികാരികത പരിശോധിക്കും. തുടർന്ന് കയ്യേറ്റത്തിന്റെ തീവ്രത ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കും. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ സർക്കാർ നേരത്തെ നിയോഗിച്ച K സേതുരാമൻ IPS തലവനായുള്ള സമിതി ചൊക്രമുടിയിലേത് ഗുരുതര പിഴവെന്നും ഉദ്യോഗസ്ഥതല വീഴ്ചയെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കാര്യം കൂടി പരിശോധിച്ച ശേഷമാകും കയ്യേറ്റത്തിന് കൂട്ടുനിന്നവർക്കെതിരെയുള്ള നടപടി ആരംഭിക്കുക. തൃശൂർ പൂരം കലക്കി BJPക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറന്നുകൊടുത്ത പിണറായി വിജയന് രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ. കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പിണറായി ഭരണത്തിനെതിരായ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം പൊട്ടിക്കാനും ആളെ കൊല്ലാനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത IPSകാരനും ഇത്തരക്കാരെ സഹായിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന കോക്കസ് ഭരണത്തെ നാറ്റിക്കുന്നെന്ന് CPMകാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA തന്നെ പരസ്യമായി പറഞ്ഞിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് മിണ്ടാട്ടമില്ല. ഈ സർക്കാരിനെ പിന്താങ്ങുന്ന CPIയുടെ വാക്കുകളേക്കാൾ മുഖ്യമന്ത്രി വില കൽപ്പിക്കുന്നത് സംഘപരിവാർ നൽകുന്ന കൽപ്പനകൾക്കാണ്. CPI രാഷ്ട്രീയ പുനർചിന്തനം നടത്തേണ്ട സമയമാണിതെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. ഈ രാജ്യത്ത് കള്ളക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും പിണറായി വിജയന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള വിടുവേലകൾ ചെയ്യുന്നതിന്റെയും കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴാണ് വേറൊരു വാർത്ത പുറത്തു വരുന്നു. നമ്മുടെ ഇന്ത്യയുടെ അല്ല, ലോകത്തിന്റെ തന്നെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച നമ്മുടെ വയനാട് ദുരന്തം. ആ ദുരന്തത്തിന്റെ കഥകള് ഒക്കെ നമ്മളെല്ലാം പത്രങ്ങളിലൂടെ വായിച്ച് കണ്ണിൽ നീറനണിയാത്ത ഒരു മലയാളിയും ഒരു മനുഷ്യനും ആ വാർത്ത കേട്ട് ഈ ഭൂമുഖത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ദാരുണമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഒരുപക്ഷെ കേരളം ഒന്നിച്ച് കൈയും മെയ്യും മറന്ന് എല്ലാ സഹായങ്ങളും അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്ത എല്ലാ സമ്പത്തും ആവശ്യമുള്ളത് മുഴുവൻ കൊടുത്ത അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അഭിമാനമുണ്ടാക്കുന്നതാണ്. അന്ന് ഇത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ കേരള ജനത ചെയ്തിട്ട് അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിന്റെ വാർത്തകൾ പുറത്തു വന്നത് സത്യത്തിൽ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായിരുന്നു. MK പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ചന്ദ്രശേഖരപിള്ള, NI ബെന്നി, ചാർലി ആന്റണി, ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മറയൂരിൽ ആരംഭിച്ച ബഹുജന പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധം പ്രശ്നപരിഹാരം കാണാതെ അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാന ആക്രമണമാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരാൾക്ക് കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ചുമാണ് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നത്. പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു. പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. അതിന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് വന്ന് ഇടപെട്ട് ജനങ്ങളുടെ സംരക്ഷണം വളരെ നടത്തിയില്ലെങ്കിൽ രൂക്ഷമായ സമരത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാകട്ടെ, ജനങ്ങളുടെ ജീവിതം വലുതാണെന്നും ഒരു മനുഷ്യൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ജനങ്ങൾക്ക് ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മളതിനെ പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. രാപ്പകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തിക്കഴിഞ്ഞു. ഇക്കാരണത്താൽ കർഷകർക്ക് കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ്. റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നുണ്ട്. വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു. രാത്രികാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സൂര്യവിഹാരം നടത്തുകയാണ്. കാട്ടാനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം. കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം അറുതിയില്ലാതെ തുടരുകയാണ്. കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. മേയാൻ വിട്ട പ്രദേശവാസിയായ പാൽദുരൈയുടെ പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മുമ്പും ഈ മേഖലയിൽ പുലിയുടെ ആക്രമണത്തിൽ പാൽദുരൈയുടെ പശു കൊല്ലപ്പെട്ടിരുന്നു. ഈ ഭാഗത്ത് വന്യജീവികളുടെ ശല്യം വർദ്ധിക്കുന്നുവെന്ന് വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ VC രാജുവിനെ ആദരിച്ചു. സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തന്റെ സഹോദരി നൽകിയ 10 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ ഷെഡിനുള്ളിൽ 3 രോഗികളും 7 കിലോ അരിയുമായാണ് ബ്രദർ VC രാജു സ്നേഹമന്ദിരം ആരംഭിക്കുന്നത്. ഈ കൂട്ടായ്മ ഇന്ന് ജാതി മത വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ പാവപ്പെട്ടവർക്കും അവശത അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർക്കുമുള്ള അഭയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കൂടാതെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ, ഓർഫനേജ് കൺട്രോൾ ബോർഡ്, സെന്റ് ആന്റണീസ് ബോയ്സ് ഹോം, സ്നേഹമാതാ ബാലമന്ദിരം എന്നിവയുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബ്രദർ VC രാജു. സർക്കാരിന്റെ എല്ലാവിധ അംഗീകൃത സർട്ടിഫിക്കറ്റുകളോടുകൂടിയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്.
വി.സി. രാജുവിന്റെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് സമ്മാനിച്ചത്. സ്നേഹമന്ദിരം കൂട്ടായ്മയും വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ബ്രദർ വി.സി. രാജുവിനെ ആദരിച്ചത്. പടമുഖം സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 23 വർഷക്കാലം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യം, വളരെ ചെറിയ തോതിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അശ്രണരായവരെ സഹായിച്ച് അവരുടെ ജീവിതവും അതോടൊപ്പം അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി നമ്മളെവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. രാജീവ് ബ്രദർ മാത്രമല്ല, ആ കുടുംബം, ചേച്ചിയും മക്കളും എല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ ലയിച്ചു ചേർന്ന് പ്രവർത്തിക്കുക. അതിനൊരു ദൈവകൃപ വേണം. ഏവർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം പരിപാലനയും വേണം. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ആലയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആലയമാണ്. ആ ശക്തിയിൽ അപേക്ഷിക്കുവാനും അതിൽ അചഞ്ചലമായി നിൽക്കാനും രാജീവ് ബ്രദറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കേറെ അനുഭവവേദ്യമായ കാര്യമാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം, സുനിത സജീവ്, ഡോളി സുനിൽ, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ബ്രദർ തോമസ് കുട്ടി പുന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടിയുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം. SN ജംഗ്ഷൻ വലിയപാറ റോഡിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം, പ്രദേശവാസികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധനയും നടത്തി. കട്ടപ്പന SN ജംഗ്ഷൻ വലിയപാറ റോഡിന് സമീപം നാളുകളായി മാലിന്യ നിക്ഷേപം തകൃതിയാണ്. ആളൊഴിഞ്ഞ മേഖലയിൽ പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് രാത്രിയുടെ മറവ് പറ്റി ചാക്കുകെട്ടുകളിലായി മാലിന്യം തള്ളുന്നത്. വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യത്തിന് പുറമെ ഡെക്കറേഷൻ സ്ഥാപനങ്ങളുടെ മാലിന്യമടക്കമാണ് റോഡരികിൽ തള്ളുന്നത്. ഇതോടെ ദുർഗന്ധം വമിക്കുകയും കാൽനട യാത്രക്കാർക്കടക്കം ഇതുവഴി കടന്നുപോകാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട്. കൂടാതെ സദാസമയവും തെരുവ് നായ്ക്കളും മേഖലയിൽ തമ്പടിക്കുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം മേഖലയിൽ പരിശോധന നടത്തിയത്. മാലിന്യങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും പേര് വിവരങ്ങൾ ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ടും ഇതിനോട് ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന്, നമ്മൾ വലിയ സാംസ്കാരികമായ സമ്പന്നമായ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒരു പ്രാകൃതമായ രീതിയിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമായി പോകുന്നത് തീർത്തും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. വളരെ കർശനമായി ഞങ്ങൾ ആളുകൾ നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നൈറ്റിൽ ഇവിടെ പട്രോളിംഗ് നടത്തുകയും കൃത്യമായി ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികളായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയപാറ പാറമടയിലൊക്കെ ആണെങ്കിൽ മീൻ വേസ്റ്റ് ഉൾപ്പെടെയാണ് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു തർക്കവുമില്ല, കൃത്യമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി അതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇതിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിനാവശ്യമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഓരോ വീടുകളിലും രഹസ്യമായിട്ടുള്ള ക്യാമറകൾ റോഡുകൾ വെക്കാവുന്ന ഇവിടെയുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാർ സമ്മതിച്ചിട്ടുണ്ട്. അവരതിന്റെ ക്രമീകരണം 1-2 ദിവസത്തിലുള്ള ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS അനുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മാലിന്യം തള്ളിയ സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പിഴയടക്കം ചുമത്തി നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാലിന്യ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രായമാകുന്നതനുസരിച്ച് ശാരീരികവും മാനസികവുമായ ക്ഷമത നിലനിർത്തേണ്ടത് വയോജനങ്ങളുടെ ആരോഗ്യപ്രദമായ ജീവിതത്തിന് ആവശ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം പ്രായമായവരിൽ കാണപ്പെടുന്ന കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, കൈകാൽ വേദന, തരിപ്പ്, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉപ്പുതറ പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും കൈകോർത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതിലൊന്ന് സംഭവിക്കുന്ന ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളം
നമ്മുടെ ലോകത്തിൽ തന്നെ മാതൃകയാക്കി ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ചതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സമീപ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തലത്തിലുമുള്ള ആപാലവർത്തം വരുന്ന ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് നമ്മുടെ ഹോമിയോ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അല്ലാതെ നമ്മുടെ ജനറൽ മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ആയുർവേദത്തിൻ്റെ രീതിയിലും നമ്മുടെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലോട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ അധ്യക്ഷനായിരുന്നു. ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ബിനോയ് ബി, ഡോക്ടർ അഭിഷേക്, മറ്റ് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. കട്ടപ്പന സ്കൂൾ കവല ആശ്രമം പടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല. രാത്രിയുടെ മറവിൽ ചാക്ക് കെട്ടുകളിലായി ലോഡ് കണക്കിന് മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത്. ഇതോടെ കട്ടപ്പനയാറും മലിനമാവുകയാണ്. കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടി ITI ജംഗ്ഷൻ റോഡിന് വശത്തായിട്ടാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. കടകളിൽ നിന്നുള്ള മാലിന്യവും വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ തള്ളുന്നുണ്ട്. രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകൃതിയായതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി. എന്നാൽ നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. ഇതോടെ മേഖലയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുകയാണ്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇത് ഇവിടെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയാണെങ്കിൽ പോലും വേസ്റ്റുകൾ വലിച്ചിറങ്ങുന്നു. കുട്ടികളുടെ ഡയപ്പർ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ പകരം ഇതിൽ നടന്നുപോലും മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലെ നടന്നുപോലും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കഠിനമായ സ്മെല്ലുണ്ട്. ഇത് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം ഒന്നിലൊരു ക്യാമറ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയെടുത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തരണമെന്ന് അപേക്ഷിക്കുന്നു. മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിന് സമീപത്തുകൂടിയാണ് കട്ടപ്പനയാർ ഒഴുകുന്നത്. മാലിന്യ ചാക്കുകൾ പലപ്പോഴും ചെന്ന് വീഴുന്നത് കട്ടപ്പനയാറ്റിലേക്കാണ്. ഇതോടെ നിരവധി കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുന്നുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കവുമുണ്ട്. എന്നാൽ അധികൃതർ പ്രദേശവാസികളുടെ പരാതിക്കുമേൽ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. OET, IELTS പരീക്ഷകളിൽ വിജയക്കൊടി പാറിച്ച കട്ടപ്പന മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നടന്ന പരീക്ഷകളിൽ 100% വിജയമാണ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തത്. ഉന്നത വിജയം കരസ്ഥമാക്കിയ പരീക്ഷാർത്ഥികളെ അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിദേശ പഠനത്തിന് ഓരോ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതത്വവും ജോലി ഉറപ്പുമുള്ള അക്കാദമികളെയാണ്. എന്നാൽ അവയോടൊപ്പം മികച്ച വിജയവും ഉറപ്പു നൽകുകയാണ് മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി. കേരളത്തിലുടനീളം 18 ബ്രാഞ്ചുകളുമായിട്ടാണ് മെഡ്സിറ്റി പ്രവർത്തിക്കുന്നത്. നഴ്സിംഗ് കോഴ്സുകൾ, വിദേശ പഠന കോഴ്സുകൾ എന്നിവയിൽ പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഏറ്റവും മികച്ച പഠന രംഗത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും അക്കാദമി പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥികൾക്കും മികച്ച പരിശീലനവും ജോലിയുമാണ് മെഡ്സിറ്റി ഉറപ്പു നൽകുന്നത്. മറ്റു കോഴ്സുകൾക്ക് പുറമെ ബാങ്ക് സംബന്ധമായ കോഴ്സുകൾ ഒക്ടോബർ 16 മുതൽ ആരംഭിക്കും. ഒരു മാസത്തെ കോഴ്സിന് ശേഷം 100% ജോലി ഉറപ്പും നൽകുന്നുണ്ട്. മെഡ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം 18 ബ്രാഞ്ചുകളിലായി നമ്മൾ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും കൂടാതെ വിദേശ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കട്ടപ്പന ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 2 months നമുക്ക് OETക്ക് 29 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 100% റിസൾട്ട് ഉണ്ടാവുകയും കൂടാതെ എല്ലാ സബ്ജക്റ്റിനും B and above, അതായത് ഓസ്ട്രേലിയ അല്ല US പോലത്തെ പ്രീമിയം കൺട്രികളിലേക്ക് പോകാനുള്ള സ്കോർ നേടിയ കുട്ടികൾ ഏകദേശം 16 പേരാണ്. ഈ 16 പേരിലും ഒരു സബ്ജക്റ്റിനെങ്കിലും 400+ വാങ്ങിക്കാത്തതായിട്ട് ആരുമില്ല. അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കട്ടപ്പനയിലെ കുട്ടികൾ മിടുക്കി കുട്ടികളും മിടുക്കന്മാരുമായി മുന്നോട്ട് പോകുന്നതിൽ ഒത്തിരി സന്തോഷമാണ്. കൂടാതെ IELTSലാണെങ്കിൽ ടോട്ടൽ 8 കുട്ടികളുണ്ടായി നമുക്ക് പരീക്ഷ എഴുതുകയുണ്ടായി. അതിൽ എല്ലാവരും 100% റിസൾട്ടിനൊപ്പം എല്ലാവരും 7 and 7.5 ബാങ്ക് സ്കോർ വാങ്ങിച്ചാണ് പാസ്സായതെന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റികളുള്ള മേഖലയാണ് ബാങ്കിങ്. മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഈ വരുന്ന ഒക്ടോബർ 16 മുതൽ തുടങ്ങുകയാണ്. ഒരു മാസത്തെ കോഴ്സിന് ശേഷം നമ്മൾ ആ കുട്ടികൾക്ക് ബാങ്കിങ് മേഖലയിൽ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പുതിയൊരു സംരംഭം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം കട്ടപ്പനയിലുള്ള എല്ലാവർക്കും മെഡ്സിറ്റി ഒരു വളരെ സന്തോഷകരമായിട്ടും സഹായകരമായിട്ടും പ്രയോജനകരമായിട്ടും മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു.
ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന പരീക്ഷകളിൽ മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കട്ടപ്പനയിലെ IELTS OET വിദ്യാർത്ഥികൾ 100% വിജയം നേടിയെടുത്തു. ഈ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് യോഗം സംഘടിപ്പിച്ചത്. എട്ട് വിദ്യാർത്ഥികൾ IELTSഉം 21 വിദ്യാർത്ഥികൾ OETയും പാസ്സായി. 400-ന് മുകളിൽ മാർക്ക് നേടിയാണ് വിദ്യാർത്ഥികൾ ഈ ഉന്നത വിജയം നേടിയെടുത്തത്. ഗോൾഡൻ ബാഡ്ജ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മനോജ് മാത്യു വിതരണം ചെയ്തു. മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കട്ടപ്പന ബ്രാഞ്ച് ഹെഡ് കീർത്തന മധുസൂദനൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. BMBC നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തതിന് പിന്നാലെ മലയോര ഹൈവേയിൽ വിള്ളൽ. കാഞ്ചാർ ലബക്കടയിലാണ് കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങിന് തൊട്ടു പിന്നാലെ പാതയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടത്. നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആവശ്യപ്പെട്ടു. മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നാളുകളായി ആക്ഷേപമുയരുന്നുണ്ട്. ഹൈവേ നിർമ്മാണം തുടങ്ങിയിട്ട് 1 വർഷത്തിന് മുകളിലായി. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്നത്ര വേഗത നിലവിലില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാഞ്ചാർ ലബക്കട ഭാഗങ്ങളിൽ BC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയത്. BM നിലവാരത്തിൽ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ടാർ ചെയ്തിരുന്നു. എന്നാൽ ലബക്കടയ്ക്കും സ്വരാജിനും ഇടയിലെ വളവിലാണ് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് റോഡിന്റെ ഗുണമേന്മയെയും നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതകളെയും ചൂണ്ടിക്കാണിക്കുന്നു. കാഞ്ചാർ പഞ്ചായത്തിൽ വരുന്ന ലപ്പക്കട, വെള്ളിരാങ്കണ്ടം, സ്വരാജ് ഈ ഭാഗങ്ങളിലൊക്കെ ഏറെക്കുറെ പണി പൂർത്തിയായ ഭാഗങ്ങൾ. ആ പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പണി പൂർത്തിയായി 2 ആഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ റോഡ് വിണ്ട് കീറി പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന ഒരവസ്ഥ. യാതൊരുവിധ നിലവാരവും ഇല്ലാത്ത രീതിയിലാണ് ഈ മലയോര ഹൈവേയുടെ പണി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. കാരണം 2 ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഫുൾ ടാർ ചെയ്ത ഭാഗം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. BMBC നിലവാരം ആണ് എന്നാണ് ഇവരവകാശപ്പെടുന്നതെങ്കിലും ആ ഒരു നിലവാരം റോഡിൻ്റെ പല ഭാഗത്തും കാണുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കണം, നടപടി സ്വീകരിക്കണം. മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ടാർ ചെയ്തിരുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ടാറിംഗ് ചെയ്ത് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പാതയിൽ വിള്ളലുകൾ രൂപപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ടാറിംഗ് പൂർത്തിയായ റോഡിലൂടെ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ റോഡിന് നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലുകൾ കാരണമാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട 205, വിൽപ്പനയ്ക്ക് വന്നത് 47,053, വിൽപ്പന നടന്നത് 42,685, കൂടിയ വില 3,301, ശരാശരി വില 2,340. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,000 രൂപ, വെള്ളി 98.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന നാടക അവാർഡ് ജേതാവും നാടകരചയിതാവുമായ കട്ടപ്പന കൂമ്പുക്കൽ KC ജോർജ് അന്തരിച്ചു. മരണം മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കാലിക പ്രസക്തവും നന്മ നിറഞ്ഞതുമായ എഴുത്തുകളിലൂടെ നാടക ഭൂപടത്തിൽ ഇടുക്കിയുടെ പേര് എഴുതിച്ചേർത്ത അതുല്യ കലാകാരനായിരുന്നു KC ജോർജ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR വിഷയത്തിൽ നെടുങ്കണ്ടത്ത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തു. CHR മേഖലയിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് സത്യവാങ്മൂലം നൽകുമെന്ന് മന്ത്രി. സദസ്സ് വിളിച്ചു ചേർത്തത് സർക്കാരിനെതിരെ വൻ വിമർശനമുയർന്ന സാഹചര്യത്തിൽ. മൂന്നാർ ചക്രമുടിയിലെ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥതല ഒത്താശ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഉദ്യോഗസ്ഥ ഇടപെടൽ സംബന്ധിച്ച് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ. കയ്യേറ്റ ഭൂമിയിൽ വനം, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി. BMBC നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തതിന് പിന്നാലെ മലയോര ഹൈവേയിൽ വിള്ളൽ. കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങിന് തൊട്ടുപിന്നാലെ പാതയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടത്. കാഞ്ചാർ ലബക്കടയിൽ നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.